ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട വലിയൊരു വാർത്തയിലേക്കാണ്. വഖഫ് വലയിൽ സംരക്ഷിത സ്മാരകങ്ങളും ഉൾപ്പെടുന്നു. 250 സംരക്ഷിത സ്മാരകങ്ങളാണ് വഖഫ് ബോർഡ് ഏകപക്ഷീയമായി രജിസ്റ്റർ ചെയ്ത് കൈവശപ്പെടുത്തിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത്. ഇതിനെതിരെ വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇവരുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, സംരക്ഷിത സ്മാരകങ്ങളും വഖഫ് വലയിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? നിഖിലെ, വഖഫ് ബോർഡ് പല ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളുടെയൊക്കെ മുകളിൽ അവകാശവാദം ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, കേരളം മുതൽ കശ്മീർ വരെയുള്ള ഭാരതത്തിൻ്റെ എല്ലാ ഭൂപ്രദേശങ്ങളിലും വഖഫിൻ്റെ അതിക്രമം നമ്മൾ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സംരക്ഷിത സ്മാരകങ്ങൾ പോലും വഖഫ് ബോർഡ് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകൾ കൂടി പുറത്തേക്ക് വരുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 250 സംരക്ഷിത സ്മാരകങ്ങൾ വഖഫ് ബോർഡ് ഏകപക്ഷീയമായി രജിസ്റ്റർ ചെയ്തു എന്നാണ് പുരാവസ്തു ഗവേഷണ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ സമീപിക്കുന്നു എന്നുകൂടി നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളുണ്ട്. അതായത് 250 സംരക്ഷിത സ്മാരകങ്ങൾ, ഡൽഹിയിൽ തന്നെ ചില കേസുകൾ ചൂണ്ടിക്കാണിക്കാം. അതിലൊന്ന് ജുമാ മസ്ജിദാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദാണത്. ഫിറോസ് ഷാ കോട്ട്ലയിലുള്ള ജുമാ മസ്ജിദ്, അതോടൊപ്പം തന്നെ ചോട്ടി ഗുംതി മുക്ബാര, അത് ഡൽഹിയിലെ ആർക്കേപുരത്താണ്. അതോടൊപ്പം തന്നെ ഹൗസ്കാസ് മസ്ജിദും ഈദ്ഗാഹും, ഇതെല്ലാം ചില ഉദാഹരണങ്ങളാണ്. രാജ്യ തലസ്ഥാനത്ത് തന്നെയുള്ള സംരക്ഷിത സ്മാരകങ്ങൾ. മുൻപ് മുസ്ലിം ഭരണ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടം ഭരിച്ചിരുന്ന ചില ഭരണാധികാരികൾ നിർമ്മിച്ചതോ അതല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണക്കാക്കുന്നതോ ആയ സ്ഥലങ്ങളാണ് ഇവയൊക്കെ. ASIയുടെ കീഴിൽ വരുന്ന സൈറ്റുകളാണ്. അതിൻ്റെ എല്ലാം മുകളിൽ ഇപ്പോൾ വഖഫ് ബോർഡ് ഏകപക്ഷീയമായി തന്നെ അത് തങ്ങളുടെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷം ഏകപക്ഷീയമായി ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് ഈ പുരാവസ്തു സംരക്ഷിത കേന്ദ്രങ്ങൾ തങ്ങളുടെ പേരിലേക്ക് തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ വിശദീകരിക്കുന്നത്. ഇക്കാര്യം കണക്കുകൾ സഹിതം, അതായത് തങ്ങളുടെ കീഴിലുള്ള ഏതൊക്കെ സംരക്ഷിത കേന്ദ്രങ്ങൾക്ക് മുകളിലാണ് ഇപ്പോൾ രാജ്യത്ത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത്, മാത്രമല്ല ഭൂമി ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ASI നിലവിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ കൈമാറി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിഖിലെ, ഗൗതം, അതായത് 250 സംരക്ഷിത സ്മാരകങ്ങളാണ് വഖഫ് ബോർഡ് ഏകപക്ഷീയമായി രജിസ്റ്റർ ചെയ്ത് കൈവശപ്പെടുത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം, ഈ കയ്യേറ്റം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബില്ല്, നമ്മുടെ ഈ ഭേദഗതി ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടിക്രമങ്ങൾ അങ്ങനെ എന്തെങ്കിലും ASIയുടെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടുണ്ടോ? നിഖിലെ, ഈ പട്ടിക ഉടൻ തന്നെ JPCക്ക് കൈമാറുമെന്നാണ് ഈ പുരാവസ്തു ഗവേഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പക്കലുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ സംരക്ഷിത സ്മാരകങ്ങൾ ആണ് ഏകപക്ഷീയമായി വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ബോധ്യമുണ്ട്. ഇത് കൃത്യമായി ഈ 250 സ്മാരകങ്ങളുടെയും പട്ടിക വളരെ വേഗത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് കൈമാറും. കാരണം നിലവിൽ JPCയുടെ അന്വേഷണം തുടരുന്നതേ ഉള്ളൂ. ഈ സാഹചര്യത്തിലാണ് ശൈത്യകാല സമ്മേളനത്തിൽ പാസ്സാക്കാനിരുന്ന വഖഫ് ഭേദഗതി ബില്ല് അടുത്ത ഏപ്രിൽ മാസത്തിൽ, അതായത് ബജറ്റ് സമ്മേളനത്തിൻ്റെ 2ാം ഘട്ടത്തിൽ മാത്രമേ പാസ്സാക്കുന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ശൈത്യകാല സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളന കാലയളവിൽ വഖഫ് ബില്ല് പാസ്സാക്കുമെന്നാണ് ആദ്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയതിൻ്റെ കാരണം JPCക്ക് അന്വേഷണ പരിധിയുടെ സമയം കൂടുതൽ ആവശ്യമായി വന്നു. കാരണം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം പരാതികൾ JPCക്ക് നേരിട്ട് എത്തുകയാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വളരെ ഗൗരവമുള്ളൊരു പരാതി കൂടി JPCക്ക് മുന്നിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ജഗദംബിക പാലിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹമാണ് ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തുള്ളത്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വഖഫ് അധിനിവേശം നടത്തിയ പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ചു. കർണാടകയിലെത്തി, അതോടൊപ്പം തന്നെ ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര, ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം JPC നേരിട്ട് സിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നത്. ഇതുകൂടാതെ ഇമെയിൽ മാർഗവും അതോടൊപ്പം തന്നെ അല്ലാതെയും ലഭിക്കുന്ന പരാതികളുണ്ട്. ആ പരാതികളെല്ലാം സംബന്ധിച്ച് അതാത് സ്ഥലങ്ങളിൽ JPC നേരിട്ട് പോയി സിറ്റിംഗ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട്
വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത്. അതിനാൽ കൂടുതൽ സമയം ആവശ്യമുള്ള പശ്ചാത്തലത്തിലാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മാത്രമേ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കുന്നുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. അപ്പോൾ ഈ ASIയുടെ പരാതിയൊക്കെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് വളരെ മുൻപ് തന്നെ ലഭിച്ചിട്ടുണ്ടാകാം. കാരണം കേന്ദ്ര സർക്കാരിന് കീഴിൽ തന്നെയാണല്ലോ പുരാവസ്തു ഗവേഷണ വകുപ്പ് വരുന്നത്. അതിനാൽ സ്വാഭാവികമായും ഇക്കാര്യത്തെപ്പറ്റി സർക്കാരിനും സാംസ്കാരിക മന്ത്രാലയത്തിനുമൊക്കെ കൃത്യമായ ധാരണയുണ്ട്. അതിനാലാണ് അന്വേഷണ സമയപരിധി കൂട്ടി നൽകിയതും. അതിനാൽ ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായൊരു പഠനം JPCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിനാൽ ഈ പട്ടിക ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വളരെ വേഗത്തിൽ തന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് കൈമാറുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിഖിൽ. ശരി ഗൗതം, എന്തായാലും വഖഫിൻ്റെ വലയിൽ സംരക്ഷിത സ്മാരകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 250 സംരക്ഷിത സ്മാരകങ്ങൾ വഖഫ് ബോർഡ് ഏകപക്ഷീയമായി രജിസ്റ്റർ ചെയ്ത് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ ഈ പൂർണ്ണമായ പട്ടിക ഈ വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിക്ക് ASI ഉടൻ തന്നെ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.